ഈ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയും സിഗരറ്റ് വലിയുടെ തുടക്ക കാലഘട്ടത്തിൽ കാറ്റ് പുറത്തേക്ക് പോകും, അതായത് കൂടുതൽ ചുമ ഉണ്ടാവും. പിന്നീട് അത് ശീലിച്ച് വരുന്ന സമയത്ത് ഈ കാറ്റ് പുറത്തേക്ക് പോകുന്നത് സ്റ്റോപ്പ് ആവും. അപ്പോൾ അത് ശരീരത്തിൻ്റെ ഒരു മെക്കാനിസമാണ്. നമ്മളുടെ ശരീരത്തിൽ നിന്ന് കൂടുതൽ അളവിൽ കാറ്റ് നിരന്തരം പോയിക്കൊണ്ടിരുന്നാൽ ഇവന്റെ കാറ്റ് പോകുന്ന ശരീരത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് ശരീരം എന്ത് ചെയ്യും, ആ കാറ്റിനെ അങ്ങോട്ട് ഉൾക്കൊള്ളും. പിന്നീട് കാറ്റ് പുറത്തേക്ക് പോകില്ല, അതായത് ചുമ ഉണ്ടാവാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പം ശരീരത്തിലേക്ക് ഏതൊരു സാധനം വരുന്ന സമയത്തും ശരീരത്തിന് അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവുണ്ട്. ഇതിനാണ് നമ്മൾ ലോ ഓഫ് അക്കമഡേഷൻ എന്ന് പറയാം. പിന്നീട് കാറ്റില്ലാത്ത, അതായത് പുറത്തേക്ക് ചുമ ഇല്ലാത്തൊരവസ്ഥയിലൂടെ അവൻ സഞ്ചരിക്കും. പിന്നെ എപ്പോഴാണ് അവനക്ക് ചുമ വരിക? പിന്നെ അവൻ സിഗരറ്റ് വലി നിർത്തുന്ന സമയത്ത് അവനൊരു ചുമ ഉണ്ടാവും. അപ്പോൾ അവർ പറയും സിഗരറ്റ് വലി നിർത്തിയത് കൊണ്ടാണ് എനിക്ക് ചുമ ഉണ്ടായത് എന്ന്. അപ്പോൾ സിഗരറ്റ് വലി നിർത്തുന്ന സമയത്ത് ശരീരം എന്ത് ചെയ്യും, വീണ്ടും ഈ മാലിന്യത്തിനെ പുറത്തേക്ക് കളയാൻ വേണ്ടി ശ്രമിക്കും. അപ്പം ഏതൊന്നിനെയും, ഏതൊരു മാലിന്യത്തിനെ പോലും ശരീരം അതിനെ അക്കമഡേറ്റ് ചെയ്യുക, അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളത് ശരീരത്തിൻ്റെ റൂളാണ്. അത് ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ ശരീരത്തിന് അത് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാകും.